ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കും വന്നത് ടാക്സി, അദ്ദേഹത്തിനും വന്നത് ടാക്സി. എൻ്റെ ടാക്സിയെ CISFകാർ കടത്തി മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ടാക്സിയിലേക്കാണ് അദ്ദേഹം കയറിയത്. സത്യത്തിൽ മാറി കയറിയതല്ലാണ്ട് വേറെ എവിടെയും പോയതല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചിട പോയിട്ട് വണ്ടിയിലിരുന്ന് സംസാരിക്കുകയല്ലാതെ വണ്ടിയിലിരുന്ന് കേരളത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാൻ കഴിയുമെന്ന് മാത്രമുള്ള ചോദ്യമാണ് അദ്ദേഹം. നിങ്ങൾ തമ്മിൽ അടുത്ത പരിചയമുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ പക്ഷേ ഇന്നലെ അത് നിഷേധിച്ചു, താങ്കളെ അറിയില്ല. ചിലപ്പം താങ്കൾ എന്നെ കുമാർ എന്നാണ് അദ്ദേഹം വിളിക്കണം. നന്ദകുമാർ എന്ന് പറഞ്ഞപ്പോൾ ക്രൈം നന്ദകുമാറാണെന്ന് തെറ്റിദ്ധരിച്ചു വന്നു. ഞങ്ങൾ സംസാരിച്ച വിഷയം ഇതാണ്, കേരളത്തിലെ ചാൻസുകളെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളത്തിലെ ചാൻസ് വളരെ വിദൂരം. രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾ സംസാരിച്ച്, മുരളീധരനോട് ഞങ്ങൾ സംസാരിച്ച്, സുധാകരൻ ഈ സോൺ പൈപ്പ് ലൈൻ, നമ്മൾ പൈപ്പ് ലൈനാണ് ഉള്ളിൽ കൂടി വരും. പിന്നെ ഒരാളോട് സംസാരിച്ച്, കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ ആളെ വിട്ട് ഒന്ന് നമ്മൾ നെവർ, ഇവിടെ സക്സസ് ആവില്ല, വെരി ഡിഫിക്കൽട്ട്. CPM ന്ന് എനിക്കിപ്പോൾ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെന്ന് വിചാരിച്ച് ആരെങ്കിലും വളയ്ക്കാൻ നോക്കിയാൽ എന്നെക്കാൾ ബുദ്ധിമാന്മാരാണ് അവർ. അവരൊന്നും വരില്ല, മോഹം മാത്രമാണെന്ന്. വളരെ പ്രധാനപ്പെട്ട വാചകങ്ങൾ തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം നന്ദകുമാറിനെ അറിയില്ല എന്ന് പറയുമ്പോൾ നന്ദകുമാർ തൻ്റെ അടുത്ത സുഹൃത്താണെന്ന് സ്ഥിരീകരിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ചർച്ചയിൽ അതിഥികളായുള്ളത് ഷാബു പ്രസാദ് BJP സഹയാത്രികൻ, ഒപ്പം തന്നെ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, കഴിഞ്ഞ ദിവസമാണ് ഈ പ്രകാശ് ജാവ്ദേക്കർ, കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി, ഈ നന്ദകുമാറുമായി വിവാദദല്ലാളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത്. അതിനുശേഷം ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നു. ഇന്നിപ്പോൾ TG നന്ദകുമാർ വെളിപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി കൂടുതലായി ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന ഘടകങ്ങൾ പറയുമ്പോൾ അവിടെ രാഷ്ട്രീയമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച ഞങ്ങൾ തമ്മിൽ നടന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ അടുത്തിടയ്ക്കും ഈ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ടു മുൻപും വസതിയിലേക്ക് എത്തിയെന്നടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നേതൃത്വം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട സ്ഥിതി അല്ലല്ലോ വരുന്നത്. എന്താണ് ഈ പറയുന്ന വിവാദദല്ലാളുമായി മുതിർന്ന BJP നേതാവിനുള്ള ഉണ്ടായിരുന്ന ഡീലെന്ന് തുറന്നു പറയേണ്ടതല്ലേ? തള്ളാനും കൊള്ളാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് BJP എത്തിയിട്ടുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? നിങ്ങൾ എന്തായി പറയുന്നു? ഇതുപോലൊരു പെരുങ്കള്ളൻ, താനൊരു പെരുങ്കള്ളനാണെന്ന് നെറ്റിയിൽ എഴുതി ഇട്ടിച്ച് നടക്കുന്ന, പല വട്ടം തെളിയിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ഗജ ഫ്രോഡ് പറയുന്നതിൻ്റെ പുറകെ എന്തിനാണ് അതിനതിൻ്റെതായ ഒരു, നിങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടാകാം. എന്തായാലും ഇവിടെ ബിൽ ക്ലിൻ്റണും ഋഷി സുനക്കും ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു അയാൾ പറയാതിരുന്നത്. ഭാഗ്യം, വേണമെങ്കിൽ അയാൾ അതും പറയും. അങ്ങനത്തെ ഒരു സംഭവമാണത്. ഇങ്ങനെ ആർക്കാണെന്ന് പറയാൻ ദൃശ്യങ്ങൾ തെളിവുണ്ട്, ദൃശ്യങ്ങൾ തെളിവായി വരികയാണ്. കാരണം എന്താണ് ആ ദൃശ്യത്തെ കുറിച്ച് താങ്കളൊന്ന് പറയൂ, ക്ലാരിഫൈ. പറയാം. ആ ദൃശ്യം അത് കണ്ടതിന്റെ നമുക്കത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പ്രകാശ് ജാവ്ദേക്കർ അങ്ങനെ പ്രോട്ടോകോൾ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. പ്രോട്ടോകോൾ ബൗണ്ടഡേ അല്ല. ഒരു സാധാരണ യാത്രക്കാരനെ പോലെ വിമാനത്തിൽ വരുന്നു, വണ്ടിയിൽ പോകുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായി ആ ഫ്ലൈറ്റിൽ ഇയാളും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഇതുപോലുള്ള ഫ്രോഡുകൾക്ക് ഒരു ഗുണമുണ്ടല്ലോ, അവർ നല്ല സരസമായിട്ട് വളരെ ഇമ്പ്രസീവായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഇന്നയാളാണ്, ഞാൻ വലിയ സംഭവമാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണ് അങ്ങനെയാണ്. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ നടത്തുന്ന യാത്ര, എന്നെപ്പോലുള്ളവർ നടത്തുന്ന യാത്രകളിൽ പോലും എത്രയോ പ്രാവശ്യം ഈ കേരളത്തിലെ തന്നെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട്. താങ്കൾ യാദൃശ്ചികമായി കണ്ടു എന്ന് അംഗീകരിക്കുന്നുണ്ട്. ആ കണ്ടത് താങ്കൾ ഈ ദൃശ്യമുള്ളത് കൊണ്ട് അങ്ങേക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. അല്ല, ഞാൻ പറയുന്നു, ഒരേ വണ്ടിയിൽ താങ്കൾ പറയുന്ന ഒരു പ്രോട്ടോകോള് മാനിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ പ്രോട്ടോകോളിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ നമുക്കറിയാം, മുൻ കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ ദേശീയ വക്താവായിരുന്നു. പിന്നീട് ഒരു പ്രഭാരിയായി എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മുന്നിൽ അവിടെ വിമാനം ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് കണക്കിലെടുക്കാം. അവിചാരിതമായി പെട്ടെന്ന് ഒരു ടാക്സിയിൽ കയറുന്നു. പക്ഷെ ആ ടാക്സിയിൽ കയറുന്നത് കൊണ്ട് ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നില്ല. പിന്നീട് അവരുടെ ബന്ധം തുടർന്നു. കഴിഞ്ഞ ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുന്നോടിയായി ഇതേ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇഡിയുടെ ഇത്തരത്തിലുള്ള അന്വേഷണം സംബന്ധിച്ച പല കാര്യങ്ങൾ പറയുന്നു. ആ ചർച്ചയിൽ ലാവ്ലിൻ കേസ് പരാമർശിക്കപ്പെടുന്നു. ഇതൊക്കെ ആധികാരികത കൂടി താങ്കൾ പറഞ്ഞ ആ എപ്പിസോഡിന്റെ ആദ്യഘട്ടം അവിടെ താങ്കൾ സ്ഥിരീകരിക്കുമ്പോൾ പിന്നീടുള്ള എപ്പിസോഡുകൾ വിവരിക്കുകയാണ് നന്ദകുമാർ. അതും വിശ്വാസത്തിലെടുത്തല്ലേ പറ്റുമോ? അങ്ങനെയെങ്കിൽ
അല്ല, അങ്ങ് ഒരു കാര്യമുണ്ടെന്ന്, ഇങ്ങനെ യാദൃശ്ചികമായിട്ട് യാത്രയിൽ കണ്ടുമുട്ടി, യാത്രയിൽ അവർ സംസാരിച്ചു, അവിടെ കഴിഞ്ഞു. അതിനുശേഷം അതും വെച്ചിട്ട് ഞങ്ങൾ പണ്ടേ വലിയ മച്ചാനുമാണ്, ഞങ്ങൾ ഇവിടെ യമുനയുടെ കരയിൽ ഇരുന്ന് ഒരുപാട് സൊറ പറഞ്ഞിട്ടുള്ളവരാണ്, ഞങ്ങൾ അത് പറഞ്ഞ് ഇങ്ങനെയുള്ള വർഗങ്ങൾ, ഇങ്ങനത്തെ വൃത്തികെട്ട വർഗങ്ങൾ ഇങ്ങനെയാണെന്നേ. പിന്നെ എന്തിനാണ് കള്ളം പറഞ്ഞത്? കേരളത്തിന്റെ പ്രധാനിയായ മുതിർന്ന ബി.ജെ.പി നേതാവ് തനിക്ക് അറിയില്ല എന്ന് മാധ്യമങ്ങളോട് എന്തിനാണ് കള്ളം പറഞ്ഞത്? പറയാമല്ലോ, യാദൃശ്ചികമായി കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? അദ്ദേഹത്തിന്റെ യാത്രയിൽ നൂറുകണക്കിന് ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇവരെയൊക്കെ ഓർമ്മ വെച്ചോണ്ട് നടക്കുകയാണോ ഇവരൊക്കെ? എനിക്കറിയില്ല. അത്ര തന്നെ. നിങ്ങൾ താങ്കൾ ഒരു ദിവസം എത്ര പേരെ കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്? ഈ കണ്ടുമുട്ടുന്നവരെ മുഴുവനും താങ്കൾ ഓർത്തിരിക്കുകയാണ്. എന്റെ ശ്രീ ഷാവുപ്രസാദ്, ഞാൻ സഞ്ചരിക്കുന്ന ഒരു കാറിൽ അവിചാരിതമായതും തന്ത്രപ്രധാനമായ ഒരു എയർപോർട്ടിൽ വെച്ച് ഒരാൾ, ഞാനെന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും എൻ്റെ വാഹനത്തിലേക്ക് അടുത്തൊരാൾ ഇരിക്കുമ്പോൾ, ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും എനിക്ക് അൽഷിമേഴ്സ്യം ഒന്നും ബാധിച്ചില്ല എങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഓർക്കും. എത്ര സാധാരണക്കാരനായാലും ഞാൻ ഓർത്തിരിക്കും. അതെന്റെ ഒരു എന്റെ യുക്തിയിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പോൾ ജാവദേക്കറെ പോലെയുള്ള ഒരാൾ ഒരു തരത്തിലും ഒരു പ്രോട്ടോകോളും മാനിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒരിക്കലും അങ്ങ് ദഹിക്കുമെന്ന് തോന്നുന്നില്ല അത് താങ്കൾ പറയുന്ന കാര്യം. അല്ല, ഒരു കാര്യം നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഈ BJP-യുടെയും സംഘപരിവാറിൻ്റെയും വലിയ ഒരുപാട് ഭൂരിപക്ഷം നേതാക്കന്മാരും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ സാധാരണക്കാരെ പോലെ സഞ്ചരിക്കുകയും സാധാരണക്കാരുമായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ആ വ്യക്തികൾ അവരുടെ യാത്രയിലും അവരുടെ പ്രവർത്തനത്തിന്റെ ഇടയിലും ഒക്കെ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. പറഞ്ഞ ആ ആദ്യഘട്ട എപ്പിസോഡൊക്കെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിവാദ ദല്ലാൾ ഇത്ര ദിവസത്തിൽ കേരളത്തിൽ താങ്കൾ പറയുന്നത് പോലെ അധികാര വഴിയിലെ അങ്ങേറ്റം തെമ്മാടി എന്ന് താങ്കളൊക്കെ നേരത്തെ പരാമർശിച്ചതുപോലെ, അല്ലെങ്കിൽ ആ രീതിയിൽ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ വിശ്വാസത ഒട്ടുമില്ലാത്ത ഒരാളുമായി സഞ്ചരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു? അതേ വ്യക്തി ഇതാ മാധ്യമങ്ങളിലൂടെ തുറന്ന് പറയുന്നു, ഞാനും അദ്ദേഹവും നല്ല മച്ച ക്ലോസ് ബന്ധമെന്ന് പറയുമ്പോൾ അത് ഒരു അലങ്കാരമായിട്ട് കാണുന്നതിന് പകരം പറഞ്ഞുകൂടെ ഈ വിവാദ ദല്ലാളിനുമായിട്ടുള്ള എൻ്റെ ബന്ധം, അതല്ലാതെ എനിക്കറിയില്ല എന്ന് പെട്ടെന്നൊരു ഷോക്ക് എന്ന പോലെ പറഞ്ഞു പോവുകയല്ലാതെ സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ എന്താണ് പറയുന്നത്? സുരേന്ദ്രൻ പറയാണ് അതിനെന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ പറയുകയല്ലോ വേണ്ടത്. ഒരു വോട്ടർമാർക്കെങ്കിലും, ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമല്ലേ, അവർക്കെങ്കിലും സംശയമില്ലാത്ത ഒരു തരത്തിൽ BJP നേതൃത്വത്തിൽ നിന്ന് ഒരു മറുപടി, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കർ ഇക്കാര്യത്തിൽ എന്താണ് ഒരു മറുപടി പറയാൻ അദ്ദേഹം മടിക്കുന്നത്? ആ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ യാത്രകളിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കാണാറുണ്ട്, അതിലേതെങ്കിലും ഒരുത്തനായിരിക്കും. അതല്ലാതെ അങ്ങനെയുള്ള ഒന്നും ഓർത്തിരിക്കാനൊന്നും ആർക്കും കഴിയില്ല. എനിക്കറിയില്ല ഇവനാരാ, എനിക്കറിയില്ല. എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ചൊക്കെ കണ്ടുമുട്ടുണ്ടാവും, പലരും ഉണ്ടാവും, അങ്ങനെയുണ്ട്. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം, ഈ തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ്. ഈ ഒരു ചെറിയ ദൃശ്യവും വെച്ചിട്ട് അവൻ ഞങ്ങൾ ഭയങ്കര മച്ചാനുമാണ്, ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു, അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആരാണെന്നുള്ളത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു, അത് ഞാൻ ഇവിടെ ഇരുന്നാണ് ഡയറക്റ്റ്. ഇതെല്ലാം ഇവന്മാർ പറയുമെന്ന്. ഈ വർഗം അങ്ങനെയാണ്. ചക്കയാണോ ചൂഴ്ന്നു നോക്കാൻ അടുത്തിരിക്കുന്ന വളരെ വർഗം വെല്ലുവിളിക്കുന്നത് BJP നേതൃത്വത്തിന്റെ പ്രഭാരിയാണ്. ഓർക്കണം, BJP നേതൃത്വ സംസ്ഥാനത്തെ മൊത്തത്തിൽ സംശയത്തിന്റെ നിലയിലേക്ക് ആക്കിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയെ സംശയത്തിന്റെ നിലയിലേക്ക് ആക്കിയിരിക്കുന്നു. മണ്ഡലത്തിലെ ഈ BJPയുടെ ഇന്ത്യയിലെ ഈ പ്രചാരണ കമ്മിറ്റിയിലെ ഒരു പുതിയ നേതാവിനെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മകനെ സംശയത്തിന്റെ നിലയിലാക്കുമ്പോഴും BJPക്ക് മറുപടി ഇല്ല എന്ന് പറയുമ്പോൾ അത് സംശയം വർദ്ധിക്കുകയുള്ള. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ എപ്പിസോഡുകൾ അത് അദ്ദേഹം യാദൃശ്ചികമായി വാഹനത്തിലേക്ക് കയറി, അതുവരെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിന് ആധികാരികമായിട്ടുള്ള തെളിവ് ഈ ദൃശ്യം മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടതാണ്. പിന്നീട് ഇതാ വന്നിരുന്ന് TG നന്ദകുമാർ പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചു, CPM-ൽ നിന്നും വലയിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തി, ഇതൊക്കെ പറയുമ്പോൾ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ജാവദേക്കറിന്റെ ആ വാക്കുകൾ മലയാളിക്കോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്നവനോ അത്ര പെട്ടെന്ന് വിഴുങ്ങാൻ കഴിയുന്നതാണോ ശ്രീ റെജി ലൂക്കോസ്? ശ്രീ റെജി ലൂക്കോസ് കേൾക്കാമെങ്കിൽ.
റെജിലിക്കോസ് അല്പസമയത്തിനകം ആ കണക്ഷൻ റെഡിയാക്കാം. ശ്രീ ഷാബു പ്രസാദ്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ അനിൽ ആന്റണിയുടെ കാര്യം കൂടി അദ്ദേഹം പുതുതായി പറയുകയാണ്. അനിലിനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. താങ്കൾ പറയുന്നത് പോലെ ഒരു തെമ്മാടി അല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവൻ വന്നിരുന്ന് ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ മുന്നറിയിപ്പ് നൽകുന്ന താങ്കൾ പറഞ്ഞ നേരത്തെ ആ ക്യാപ്ഷനിൽ വിളിച്ച ആ വ്യക്തി ഇന്ന് പറയുന്നു താനിതാ ഒരു മാനനഷ്ട കേസുമായി അനിൽ ആന്റണിക്കെതിരെ പോവുകയാണ്, അത് ഇന്ന് നൽകുമെന്ന് പറയുകയും ചെയ്യുന്നു. വിഷു കൈനീട്ടം എന്ന് പറയുന്നത് അത് വെറും നമ്മൾ ആലങ്കാരികമായ ഒരു കൈനീട്ടമല്ല, അത് ഓർക്കേണ്ടത് അവിടെ തെളിവുകളാണ്. വർഷങ്ങൾക്ക് മുൻപ് 10 വർഷത്തിന് മുൻപ് നടന്ന ഒരു ഡീലുമായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ പുറത്തേക്ക് വിടുമെന്ന് ഈ വിവാദ ദല്ലാൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അനിൽ ആന്റണിക്ക് അതിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ കഴിയാതെ പോകുന്നത്? വളരെ സിമ്പിൾ. അത് മറുപടി പറയാൻ കഴിയാതെ പോകുന്നതല്ല. നമ്മൾ പറയുന്നത് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഈ പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കരുത് എന്ന്. ഈ പന്നികളുമായിട്ട് ഗുസ്തി പിടിച്ചാൽ പന്നികൾ അത് എൻജോയ് ചെയ്യും. നമുക്കൊരിക്കലും അവരുടെ കൂടെ കിടന്ന് അവരെ വിട്ട് ജയിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇവൻ ഈ CPM-ന്റെ അച്ചാരവും മേടിച്ചുകൊണ്ട് വന്ന് ഈ വൃത്തികെട്ട തെമ്മാടിയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പുറകെ, അവൻ്റെ ചർച്ചയുടെ പുറകെ, അവൻ ഉയർത്തിവിടുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ട സബ്ജക്റ്റിന് പുറകെ അനിൽ ആന്റണിയും BJP-യും പോവുക എന്നുള്ളത് തന്നെയാണ് ഇവൻ്റെ ഉദ്ദേശം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വികസനം, അങ്ങനെ പൊതുജനക്ഷേമം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇവൻ്റെയും CPM-ന്റെയും അജണ്ട. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ വലിയ ഭീകരമായ ഒരവസ്ഥയുണ്ട്. പാനൂർ ബോംബ് സ്ഫോടനവും വയനാട്ടിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകവും കരുവന്നൂരും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ചു വിടുക, ആ ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്ന നയമാണ് ഇവിടെ BJP സ്വീകരിച്ചിരിക്കുന്നത്. ഇവൻ്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇയാൾ ഒരെണ്ണം പറയും, അയാളൊരു മറുപടി പറയും, ഇല്ലാത്തൊരു അയാളെ അനിൽ ആന്റണിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അങ്ങനെ ഈ 2 ആഴ്ച തെരഞ്ഞെടുപ്പ് വരെയുള്ള 2 ആഴ്ച ഈ വൃത്തികെട്ട സബ്ജക്റ്റ് ചർച്ച ചെയ്യുക, അതിൻ്റെ അകത്ത് കുരുക്കിയിടുക എന്നുള്ളതാണ് ഇവന്റെയും CPM-ന്റെയും. ഒരു രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ എല്ലാ ഇടനാഴികളിലും ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. കേവലം ഒരാളിനെ കുറിച്ചോ അല്ലെങ്കിൽ CPM-നെ കുറിച്ച് മാത്രമല്ല, ഇതേ പറയുന്ന PJ കുര്യനുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴിതാ പറയുന്നു PJ കുര്യൻ തന്നെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം നടത്തിയതും അദ്ദേഹമാണ്. പിന്നീട് ഈ ജാവദേക്കറുമായി ബന്ധപ്പെട്ട് പറയുന്നു. അപ്പോൾ അധികാര വഴിയിൽ എല്ലായിടത്തും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരാൾ. അപ്പോൾ ഈ ദുഷിച്ച രീതിയിലെ ഒരു പാർട്ടിയെ മുഴുവൻ, ഒരു ദേശീയ പാർട്ടിയെ അവമതിപ്പുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ആ നാവ് അറിയാൻ കഴിയുന്നതല്ലേ? അതെന്തുകൊണ്ട് അതിന് BJP മടിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സംശയത്തിന്റെ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് BJP നേതാക്കൾക്ക് എന്ന് ഒരു തോന്നൽ ഉളവാക്കുന്നില്ലേ ശ്രീ ഷാബു പ്രസാദ്? ഇല്ല, അവനുള്ള ചായയും വടയും ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരും. ഇപ്പോൾ BJP എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ അകത്തും ആ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ തിരക്കാണ്. അതിൽ നിന്ന് ശ്രദ്ധ മാറാനോ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കില്ല. അതിൻ്റെ അകത്ത് ആ ചൂണ്ടയിൽ കൊത്താൻ BJP തയ്യാറല്ല. ഇത് കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊന്ന് കഴിയട്ടെ, ഇലക്ഷൻ കഴിയട്ടെ. ഈ ഇലക്ഷൻ വരെ ഇതിൻ്റെ അകത്ത് ഇതിൽ കിടന്ന് മെഴുകുക എന്നുള്ളതാണ് ഇവൻ്റെ പരിപാടി. അത് തൽക്കാലം അത് 4ആയിട്ട് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. അത് വേണ്ട. ശരി, ശ്രീ റെജിലൂക്കോസ്, ശിവപ്രസാദ് പറഞ്ഞതൊക്കെ കേട്ട് കാണുമെന്ന് പറയുന്നു. അദ്ദേഹം മനസ്സിലാക്കുന്നു, അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ വാഹനത്തിൽ കയറിയത് വരെയുള്ള കാര്യങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചത് എന്ന് ശ്രീ ശിവപ്രസാദ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള കഥകൾ നന്നായിട്ട് വിവരിക്കുന്നത് TG നന്ദകുമാറാണ്. അപ്പോൾ ഒരർത്ഥത്തിലും TG നന്ദകുമാറിനെ അറിയില്ല എന്ന് BJP-യുടെ കേരളത്തിലെ പ്രഭാരി പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവൻ അപ്പാടെ അങ്ങ് വിസ്മരിക്കാനും അത് വിഴുങ്ങാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രീ റെജി ലൂക്കോസ്. പ്രതീക്ഷ, പിന്നെ ശ്യാമപ്രസാദ് ഏതെല്ലാം രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ പ്രകാശ് ജാവദേക്കർ പിന്നെ 1ാം മോഡി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയി 2ാം വാജ്പേയി മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കേരളത്തിന്റെ പ്രഭാരിയായിട്ട് നിയമിച്ചു. കേരളത്തിലെ BJP-യുടെ ചുമതലയുണ്ട്. ഒരു മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അതുപോലെ തന്നെ ഭരിക്കുന്ന കക്ഷിയുടെ ദേശീയ തലത്തിലുള്ള ഏറ്റവും ഉയർന്ന ഒരു നേതാവ് കേരളത്തിലല്ല എവിടെയെങ്കിലും ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാലും വരുന്ന ഏതെങ്കിലും ഒരു ടാക്സി കയറി പോകുന്നൊക്കെ പറഞ്ഞാല് അത് ശ്യാമപ്രസാദ് അല്ലാതെ കൊണ്ട് എനിക്ക് തോന്നുന്നു BJP-യുടെ നേതാക്കന്മാർ പോലും വാദത്തിന് വേണ്ടി പോലും അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഉണ്ട്, പേഴ്സണൽ സെക്യൂരിറ്റി ഉണ്ട്, ഗൺമാൻ ഉണ്ട്. അപ്പോൾ അത് പർപ്പസ് ആയിട്ട് തന്നെ കയറുകയാണ്. ഇനിയിപ്പം ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചുള്ള ചോദ്യം അതൊക്കെ മാറ്റിവെക്കേ.
ഇതെല്ലാം നന്ദകുമാർ പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. ഒരു കാരണമുണ്ട്, രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കേരളം കഴിഞ്ഞ 4 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന്, അനിൽ ആന്റണിയെ കുറിച്ച് അദ്ദേഹം ഒരു 25 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് അദ്ദേഹത്തിനോട് വാങ്ങിച്ചതായിട്ടും പിന്നീട് അദ്ദേഹം പലരുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം CBIക്ക് കേസ് കൊടുക്കാൻ നേരത്ത് PT തോമസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പണം 5 ഗഡുക്കളായിട്ട് തനിക്ക് തിരിച്ചു കിട്ടിയതും അതിനു PJ കുര്യൻ സാറിന് അന്ന് രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന PJ കുര്യനെ ബന്ധപ്പെട്ടതും PJ കുര്യൻ ഈ കാര്യം അനിലിനോട് സംസാരിച്ചിരുന്നു. സംശയം ഉണ്ടെങ്കിൽ PJ കുര്യനോട് ചോദിക്കുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ നിഷേധിക്കാതിരിക്കാമെന്ന് വെല്ലുവിളിച്ചപ്പോൾ PJ കുര്യൻ AKNയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ PJ കുര്യൻ അത് ഓൺ ചെയ്തു. അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു പരാതി എന്റെ അടുത്ത് നന്ദകുമാർ പറഞ്ഞിരുന്നു. ഞാൻ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ ഞാൻ ബന്ധപ്പെട്ടതിന്റെ പേരിൽ പൈസ കൊടുത്തില്ല. പിന്നീട് ആ പൈസയുടെ വിവരം എന്തായാലും തനിക്ക് അറിയില്ല എന്നും പറഞ്ഞു. ഇവിടെ ഒരു കാര്യം വസ്തുതയാണ്, അവിടാണ് അനിൽ ആന്റണി ഈ വിഷയം പുറത്തു വന്ന അന്ന് വൈകിട്ട് ഏതാണ്ട് 7 മണിയായപ്പോഴത്തേക്കും എരിമേലിൽ വെച്ചൊരു പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ശബരിമലയുടെ വിഷയത്തെക്കുറിച്ചും പത്തനംതിട്ടയുടെ വികസനത്തെക്കുറിച്ചും ആണ് സംസാരിച്ചത്. അവസാനം മാധ്യമങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇയാളെ അറിയാം, 10-12 വർഷങ്ങളായിട്ട് എനിക്ക് ഇയാളെ അറിയാം, ഇയാൾ എന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുകയാണെന്ന് പറഞ്ഞു. എങ്കിൽ താങ്കൾക്ക് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തുകൂടെ, അയാൾക്കെതിരെ പരാതി നിയമ നടപടി സ്വീകരിച്ചുകൊട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ബെമ്പം പേടിച്ചു. ഒടുവിൽ ആവർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. ഇത് തന്നെ പിറ്റേ ദിവസം തന്റെ പിതാവിനെ പട്ടിയോട് ഉപമിച്ച് കോൺഗ്രസ്സുകാര് പാകിസ്ഥാനിലേക്ക് പോകുന്നു, രാജ്യദ്രോഹം എന്നൊക്കെ പറഞ്ഞ് അബദ്ധവും ഒരു തരത്തിലും ഒരു കാര്യം ചോദിച്ചുള്ളൂ. EP ജയരാജന് ഈ പറയുന്ന നന്ദകുമാരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു കൂടിക്കാഴ്ച ഏതെങ്കിലും BJP നേതാക്കളുമായി നടത്തിയിട്ടുണ്ടോ? അതുവഴി ഒരു തരത്തിലുമില്ല. കാരണം വെച്ചാല് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു CPM നേതാവിനെയോ CPMകാരെയോ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് നന്ദകുമാർ തന്നെ പറയുന്നു. ആര്? ജാവ്ദേക്കർ ചോദിച്ചെന്നാ പറഞ്ഞത്. നന്ദകുമാർ തന്നെ പറയുന്നത് എന്താ, അതൊരിക്കലും നടക്കത്തില്ല, കേരളത്തിൽ ഒരു കാരണവശാലും നിങ്ങളുടെ പച്ചക്കറി വേഗത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലുപരിയായ ഒരു ആരോപണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രമേശ് ചെന്നിത്തലയെയും K മുരളീധരനെയും ബന്ധപ്പെട്ടെന്നും അവരെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയെന്നും തൽക്കാലം വിജയിച്ചില്ലെന്നും, പക്ഷേ മറ്റൊരാൾ ലൈനിലുണ്ടെന്ന് പറഞ്ഞു. ആ ലൈനിലുണ്ടെന്ന് പറഞ്ഞ ആരാ? സാക്ഷാൽ K സുധാകരൻ, KPCC പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ കണ്ണൂരിന്റെ സ്ഥാനാർത്ഥി. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമല്ല, ജാവ്ദേക്കറിനെ പോലെയുള്ള കേരള പ്രഭാകരനേക്കാൾ ഉപരിയായിട്ട് രാജ്യം ഭരിക്കുന്ന, രാജ്യത്തെ ഏതാണ്ടൊരു ഏകാധിപത്യ രീതിയിൽ തന്നെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഒരു നേതാവിനെതിരെ നന്ദകുമാറിനെ പോലെ ഒരു ബ്രോക്കർ ആരോപണം ഉന്നയിച്ചാൽ അതിനെ എങ്ങനെയാണ് മുഖവിലക്കെടുക്കാതിരിക്കുന്നത്? അയക്ക് ജീവനിൽ ഭയമില്ലേ? തന്നെയുമല്ല, ഈ പറയുന്ന ജാവ്ദേക്കറിന്റെ കാറിൽ കയറുകയോ അയാളുമായിട്ട് കാണുകയോ ചെയ്യുന്ന ആദ്യമല്ല, ഡൽഹി വെച്ച് തനിക്ക് അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാവ്ദേക്കർ വഴിതെറ്റി കയറിയതല്ല. ജാവ്ദേക്കർ നന്ദകുമാറിനെ ഒരു ദല്ലാളായിട്ട് തന്നെ കണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെയും കോൺഗ്രസുകാരെയും പർച്ചേസ് ചെയ്ത് ഉത്തരേന്ത്യയിലെ വൃത്തികെട്ട രാഷ്ട്രീയം കേരളത്തിൽ അരങ്ങേറാനുള്ള ശ്രമം നടത്തിയത് ഇടതുപക്ഷക്കാരെ കിട്ടുന്നില്ല എന്നറിഞ്ഞു. അതുകൊണ്ട് EP ജയരാജനിലൂടെ നന്ദകുമാർ ശ്രമിച്ചു BJPയിലേക്ക് ആരെയെങ്കിലും കച്ചവടം ചെയ്യാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ അസംബന്ധമാണ്. അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പക്ഷെ കോൺഗ്രസുകാർ വരിയായി നിൽക്കുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ചെന്നിത്തലയും മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സമീപിച്ചെങ്കിലും തൽക്കാലം കിട്ടിയില്ലെങ്കിലും ഒരു കാര്യം പ്രതീക്ഷ നമുക്ക് വളരെ വ്യക്തമായി, തെരഞ്ഞെടുപ്പിന് കേവലം 10-12 ദിവസം മാത്രമുള്ളപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ജനാധിപത്യത്തിലും സ്വയം ബോധമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്താൽ അത് BJPയിലേക്ക് ചെല്ലും, BJP ജയിച്ചാൽ അത് BJP. ഒരു കാര്യം ശ്രീ ഷാബു പ്രസാദ്, 3 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഒന്ന്, അനിൽ ആന്റണി നിങ്ങളുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. സെക്കൻഡ്, നിങ്ങളുടെ കേരളത്തിന്റെ പ്രഭാരി, മുതിർന്ന BJP നേതാവ്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നു, ഒരു BJPയുടെ തീപ്പൊരി ടെററായുള്ള ഒരു നേതാവ്, അത് വനിതാ നേതാവെന്ന സൂചന കൂടി ഞങ്ങളുടെ പ്രതിനിധി ബിജു പങ്കജ് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അവരെന്താണ് ആ വനിതയാണോ പുരുഷനാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല, സമ്മതിക്കുന്നില്ല, പറയാൻ പറ്റില്ല. പിന്നീട് അവരെന്ന് ചോദിക്കുമ്പോൾ വനിതയാണോ എന്ന് ചോദിക്കുമ്പോൾ അതും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു വനിത എന്ന സൂചന നൽകുന്നു. അതിലൊരു തീപ്പൊരി നേതാവാണ്. 10 ലക്ഷം രൂപ തൻ്റെ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട്. ആ 10 ലക്ഷം രൂപ അക്കൗണ്ടായിട്ടാണ് നൽകിയത്. അതിന്റെ തെളിവ് തൻ്റെ കയ്യിലുണ്ട്. പിന്നീട് ഇതാ പറയുന്നു അനിൽ ആന്റണിയുടെ ഡോക്യുമെന്റ്. അനിൽ ആന്റണി എത്തുന്നതും ഈ CBI കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട അന്നത്തെ ആ ചാപ്റ്റർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ, പിന്നീട് പണം വാങ്ങിപ്പോകുന്നതിൻ്റെ തെളിവുകൾ, ഇതൊക്കെ ഒരാൾ നെഞ്ചു നിവർന്ന് ഇങ്ങനെ ഒരു ദല്ലാളാണെങ്കിൽ കൂടിയും പോട്ടെ, നമുക്കങ്ങനെ കളയാം. അയാൾ വന്ന് പറഞ്ഞാൽ നമുക്കറിയാം, BJPക്കെതിരെ ശബ്ദിക്കുന്നവരെ അരിഞ്ഞു വീഴ്ത്തുന്നതിൻ്റെ ഒരു ഉറുമ്പിനെ ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്നത് പോലെ മതിയല്ലോ നാവരിയാൻ.
അല്ലെങ്കിൽ അപ്രസക്തനാക്കാൻ അതെന്തുകൊണ്ട് BJP ചെയ്യുന്നില്ല? അങ്ങനെയുള്ളിടത്താണ് ഈ സംശയം ബലപ്പെടുന്നത്. ആരാണ് ആ 10 ലക്ഷം രൂപ വാങ്ങിയ നേതാവ്? ആ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ ശ്രീ ഷാബു പ്രസാദ്? താങ്കളുടെ പേരെന്തായിരുന്നു? അതല്ലല്ലോ പ്രസക്തി, എന്റെ പേരിന്റെ അല്ലല്ലോ പ്രസക്തി. അല്ലല്ല, ഞാൻ ഒരു കാര്യം അല്ല താങ്കളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താങ്കളുടെ പേര്? എന്റെ പ്രജീഷ് കൈപ്പള്ളി. പ്രജീഷ്. പ്രജീഷ്, ഒരു കഴിഞ്ഞ മാസം എന്നെ മാതൃഭൂമി MD ആക്കാം എന്ന് പറഞ്ഞ് താങ്കൾ ഒരു 50 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതെപ്പോഴാണ് എനിക്ക് തിരിച്ചു തരിക? ഒന്നുകിൽ എന്നെ മാതൃഭൂമിയുടെ MD ആക്കുക, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരിക. എന്തേ, പറ്റുമോ? സന്ദർഭത്തിലേക്ക് വരൂ, നമുക്ക് സന്ദർഭത്തിലേക്ക് സംസാരിക്കാം. ഞാൻ കാര്യമാണ് പറഞ്ഞത്. എന്റെ കയ്യിൽ തെളിവുണ്ട്, തെളിവ് പുറത്തുവിടും എന്ന് പറയുമ്പോൾ ഞാൻ താങ്കളെ വെല്ലുവിളിക്കും. അതിനുള്ള തെളിവ് പുറത്തുവിടാൻ ആർജവത്തോട് പറയും. അതല്ലെങ്കിൽ ഞാൻ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും. ആ തെളിവ് അല്ല, ഞാൻ ആ തെളിവ്, താങ്കൾ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ ഞാൻ ആ തെളിവ് പുറത്തുവിടും. എന്താണ് ശ്രീ ഷാബു പ്രസാദ്? അങ്ങനെയല്ലല്ലോ ശ്രീ ഷാബു പ്രസാദ്. കേവല യുക്തിയില് അല്ലല്ല, സമയം കവരരുത്. എന്റെ പേര് വെച്ച് എന്റെ പേര് പറഞ്ഞുകൊണ്ട് സമയം കവരരുത്. അല്ലല്ല, സമയം കവരാനില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ പേര് പറഞ്ഞല്ല. ഇത് BJPയുടെ ദേശീയ പാർട്ടി എന്ന BJPയെ, കേരളത്തിലെ BJPയെ അടിമുടി നഗ്നനാക്കുന്ന തരത്തിലേക്ക് പ്രധാനപ്പെട്ട 3 ആരോപണങ്ങൾ ഒരു വിവാദ ദല്ലാൾ പറയുമ്പോൾ ഇതാണോ മറുപടി? ഇതാണോ BJP കേന്ദ്രം നൽകേണ്ട മറുപടി? ഈ പറയുന്നവനുള്ളൂ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആദ്യം എന്താണ് അല്ലാണ്ടണി പറഞ്ഞത്? PJ കുര്യനോട് ചോദിക്കൂ. PJ കുര്യൻ അറിയാമെങ്കിൽ. PJ കുര്യൻ പറഞ്ഞു, എനിക്കറിയാം, അയാൾ വാങ്ങിച്ചു, നന്ദകുമാറിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നമായി. രണ്ടാമത്തെ ഇനിയുള്ള കാര്യം പറയുന്നു, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. ആ തെളിവിനെന്ത് എന്താണ് ശബ്ദിക്കാത്തത്? അല്ലാണ്ടണി, സംശയങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കും തോറും സംശയത്തിന്റെ മുനകൾ നീളുകയാണ്. 3 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതിൽ BJPക്ക് മറുപടി ഉണ്ടോ ശ്രീ ഷാബു പ്രസാദ്? അല്ല, കേട്ടു. അത് തന്നെ താങ്കൾ പറഞ്ഞു തന്നെയല്ലേ പറയുന്നുള്ളൂ. നിൽക്കൂ, ഞാൻ പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ, പ്രചരണത്തിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ, അത് യഥാർത്ഥ ജനകീയ ഇഷ്യൂവിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഇപ്പോൾ BJP തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഈ 2 ആഴ്ച കഴിഞ്ഞും ഈ 26-ാം തീയതിക്ക് ശേഷവും ഈ നന്ദകുമാരനും അനിൽ ആന്റണിയും ഒക്കെ ഇവിടെ തന്നെ കാണുമല്ലോ. അവനുള്ള ചായമട അപ്പോൾ കൊടുക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത്, ഈ പ്രചരണത്തിന്റെ ഈ സമയത്ത് ആ ചർച്ചകളെ വഴിതിരിച്ചു വിടാൻ എന്ന രീതിയിലുള്ള കെണികളിൽ ചെന്ന് ചാടാൻ BJP തയ്യാറല്ല. വളരെ സിമ്പിൾ. ഇതുപോലെയുള്ള ആരോപണങ്ങൾ ആനയായാലും അല്ലെങ്കിൽ ഏത് നായയായാലും ഒക്കെ താങ്കൾ പറഞ്ഞതുപോലെ അത് മരിക്കേണ്ടത് സമയങ്ങൾ അതാത് സമയങ്ങളിലാണ്. അല്ലാതെ ശാന്തരായിട്ടിരിക്കുമ്പോൾ അതിന്റെ സമയക്രമം അനുസരിച്ചല്ല. അപ്പോൾ നിങ്ങൾ സംശയത്തിനിട നൽകുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാൻ പറ്റാത്ത വിധം നിങ്ങൾ പ്രതിസന്ധിയിലേക്ക് ആയിരിക്കുന്നു, സങ്കീർണതയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതാണോ കേരളം മനസ്സിലാക്കേണ്ടത്? കേവലം നിങ്ങളുടെ പാർട്ടിക്കാരോ ഈ പറയുന്ന പത്തനംതിട്ടയിലെ വോട്ടർമാരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതല്ലേ ശ്രീ ഷാബു പ്രസാദ്? വോട്ടർമാരുടെ ബോധ്യമൊക്കെ അവിടെ ഉണ്ടാകും. അത് വിട്. ആനയെ മരിക്കുന്ന കാര്യമല്ലേ? ആനയാണെങ്കിൽ മരിക്കുക പോരെ, കൊതുകിനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിനെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യാം, അത്രയേ ഉള്ളൂ. വോട്ടർമാർക്ക് ബോധ്യമുണ്ട്. വോട്ടർമാരുടെ ബോധ്യം എന്താണ്? ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. അനിൽ ആന്റണിക്ക് മുന്നിലേക്ക് ഈ സംശയത്തിന്റെ കാര്യം പറയുമ്പോൾ, അതായത് TG നന്ദകുമാർ പറയുന്നു ഇത്തരത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ 25 ലക്ഷവുമായി ബന്ധപ്പെട്ട ആരോപണം അത് അറിയാമായിരുന്നു PJ കുര്യൻ എന്ന് പറയുന്നു. ആ സമയത്ത് ആ കോണ്ടസ്റ്റിൽ അനിൽ ആന്റണി പറഞ്ഞത് അങ്ങനെയെങ്കിൽ PJ കുര്യൻ പറയട്ടെ എന്നാണ്. പിന്നീട് PJ കുര്യൻ നട്ടെല്ല് നിവർത്തി എന്ന് പറഞ്ഞു കാര്യം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉത്തരം മുട്ടി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ശ്രീ ഷാബു പ്രസാദ്? രണ്ടാമത്തെ കാര്യങ്ങൾ, താങ്കൾ ആ വാഹനത്തിന്റെ അവിടെ വരെ പ്രഭാരി വന്നു, അതിന്റെ യാദൃശ്ചികതയെ ഉൾക്കൊണ്ടുകൊണ്ട് താങ്കൾ ആ ചാപ്റ്റർ പറഞ്ഞു. പിന്നീടുള്ള കാര്യങ്ങളിൽ ഉത്തരം മുട്ടി. PJ കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ അനിൽ ആന്റണി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് ഒന്നുമേ മിണ്ടിയിട്ടില്ല. ഒരു കഷ്ണം വെള്ളപ്പേപ്പർ മതി ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ. അങ്ങനെയെങ്കിലും അതുപോലും ചെയ്യാതെ ആ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ പോലും ഈ ആരോപണ വിധേയരാരും ചെയ്യാതെ ഇരിക്കുമ്പോൾ
ഇവിടുത്തെ ജനങ്ങൾ, അരിയാഹാരം കഴിക്കുന്നവർ എന്താണ് ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത്? അരിയാഹാരം കഴിക്കുന്ന ജനവും ചപ്പാത്തി കഴിക്കുന്ന ജനവും എന്താണെന്ന് ജനം മനസ്സിലാക്കിക്കൊള്ളും. അത് ഞാനോ നിങ്ങളോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, ഗൗരവതരമായ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ട്രാപ്പിൽ ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് കേറ്റെടുക്കാൻ അതിൻ്റെ അകത്ത് ചെന്ന് ചാടാൻ BJP തയ്യാറല്ല. ശരി, അതാണ് BJP തയ്യാറല്ല. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ പറഞ്ഞ പോലെ ഈ ചർച്ചയിലേക്ക് കയറും മുമ്പ് മുതിർന്ന BJP നേതാക്കളെ വിളിക്കുമ്പോഴൊക്കെ തന്നെ അവരൊക്കെയും ഉത്തരം മുട്ടുന്ന തരത്തിൽ ഇതിൽ ഞങ്ങൾ കയറി പിടിക്കാനില്ല എന്നാണ് പറയുന്നത്. അത് അനിൽ ആന്റണിയുടെ കാര്യത്തിലായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ആ ചാപ്റ്ററിലേക്ക്, ആ ഫ്ലോറിലേക്ക്, ആ ഫോറത്തിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ കൂടി ആരോപണം വരികയാണ്. ഒന്ന് പ്രഭാരി, രണ്ട് ഒരു തീപ്പൊരിയായ ഒരു നേതാവ്, ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിലവിൽ മത്സരിക്കുന്ന നേതാവ് 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന്. അത് ചെറിയ കാര്യമല്ല അത് എന്ന് താങ്കൾ മനസ്സിലാക്കണം. ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി ഇക്കാര്യങ്ങൾക്ക് BJP മറുപടി പറയേണ്ട ഒരു ബാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒഴിഞ്ഞു മാറുന്നതിന്റെ ഒരു ദുസ്സൂചന എന്തായിരിക്കാം? BJPയുടെ കറുത്ത മുഖം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. അതിനെ തെരഞ്ഞെടുപ്പിന് ശേഷം മറുപടി പറയാന്ന് പറഞ്ഞത് തന്നെ ആ കുറ്റകൃത്യം അവർ സ്വയം ഏറ്റെടുക്കുന്നവർ തന്നെയാണ്. അല്ലെങ്കിൽ BJPയെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. അതായത് നന്ദകുമാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇന്ന് ടുഡേ ഇറ്റ്സെൽഫ് അദ്ദേഹം അനിൽ ആന്റണിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, നോട്ടീസ് അയക്കുന്നു. എന്നാൽ ഇതേ അനിൽ ആന്റണി ഈ പറയുന്ന മാധ്യമങ്ങളോട് ഇതെല്ലാം പറഞ്ഞിട്ടും തന്റെ പിതാവ് പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ അതീവ രഹസ്യമായ ഫയലുകളുടെ ഫോട്ടോ കോപ്പി എടുത്ത് വിറ്റ് കാശുണ്ടാക്കി എന്ന ആ നന്ദകുമാറിന്റെ ആരോപണത്തിന് അയാൾ നിഷേധിച്ചിട്ടില്ല. അതിനൊരു മറുപടി അയാൾ പറഞ്ഞിട്ടില്ല. നന്ദകുമാറിന് നോട്ടീസ് അയക്കുകയാണ്. അപ്പൊ അതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രഭാരിയായിട്ടുള്ള ജാവദേക്കറും ഈ പറയുന്ന അനിൽ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും ഒക്കെ കേരളത്തിലെ BJPയുടെ കച്ചവടത്തിന്റെയും കുതന്ത്രത്തിന്റെയും അളിഞ്ഞ മുഖത്തിന്റെയും നേരായ കാഴ്ചകളാണെന്നുള്ളതാണ് ഇതിലൂടെ, ഈ ചർച്ചയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വാക്യങ്ങളൂടെ പുറത്തു വന്നിരിക്കുന്നത്. ബിജു പങ്കജ് ഒരു കാര്യം ചോദിച്ചു, ഈ അവർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്ന് ചോദിച്ചു. അല്ല, സ്ത്രീയും പുരുഷനാണെന്ന് പറഞ്ഞു. അവർ എന്ന് പറഞ്ഞ തീപ്പൊരി നേതാവ് അത് സ്ത്രീയോ പുരുഷനോ, അത് അവരെവിടെയാണ്, തിരുവിതാംകൂറിലാണോ മത്സരിക്കണം എന്നുള്ളവരൊക്കെ കേരളത്തിൽ ജനങ്ങൾ അറിഞ്ഞു. തന്നെയുമല്ല, ഈ പറയുന്ന നന്ദകുമാർ ഈ 10 ലക്ഷം രൂപ തന്നെ വെട്ടിച്ചെടുത്തോണ്ട് പോയ 10 ലക്ഷം രൂപ അക്കൗണ്ടുകൾ ആണെന്നാ പറഞ്ഞത്. അദ്ദേഹം ത്രൂ ബാങ്കിലൂടെ കൊടുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഈ BJP എന്ന് പറയുന്ന പൈസയ്ക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയം കളിക്കുന്ന, കേരളത്തിലെ ജനങ്ങളെ ഉൾപ്പെടെ പിന്നെ വർഗീയപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഇവരുടെ കറുത്ത മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുമൊക്കെ ഈ പറയുന്ന നന്ദകുമാറിനെതിരെ നിയമനടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവർ മറുപടി പറയുന്നില്ല? മറുപടി പറയാൻ എന്തിനാണ് തെരഞ്ഞെടുപ്പിന് അപ്പുറത്തും വരെ കാത്തിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്തല്ല മറുപടി പറയേണ്ടത്. യാതൊരു ഉളുപ്പുമില്ലാത്ത, ജനാധിപത്യത്തിൽ തെല്ലും വിശ്വസിക്കാത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കള്ളമുഖങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവർക്ക് കെട്ടിവെച്ച കാശ് എവിടെയെങ്കിലും കിട്ടുന്നുള്ള നോക്കാനുള്ളൂ. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും. വളരെ വ്യക്തമാണ്. സമയക്കുറവുണ്ട്, ഇടപെടേണ്ടി വരുന്നു. ശ്രീ ഷാബു പ്രസാദ്, ഒപ്പം റെജി ലൂക്കോസ്, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.